സ്വന്തം മകൻ അഭിനയിച്ച സിനിമ അതിൻ്റെ പ്രിവ്യൂ തിയേറ്ററിലിരുന്ന് കണ്ട് ഇമോഷണലായ ഒരു നടൻ, ഒരു സൂപ്പർ സ്റ്റാർ. അതിനുശേഷം അദ്ദേഹം കുറേ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ബോളിവുഡിലെ സൂപ്പർ താരം ആമിർ ഖാനാണ്. അപ്പോൾ ആമിർ ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹിന്ദി സിനിമയിലെ ഖാൻമാരിൽ വ്യത്യസ്തമായിട്ടുള്ള മാസല്ല ക്ലാസും അത്യാവശ്യം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ തന്നെയാണ് ആമിർ ഖാൻ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് ചെയ്യുന്ന സിനിമകളുടെ എണ്ണം കുറവാണ്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ലൈം ലൈറ്റിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജുനൈദ് ഖാൻ ഒരു നെപ്പോ കിഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ജുനൈദ് ഖാൻ ഒരു ഒരു സുപ്രഭാതത്തിൽ നായകനായിട്ട് വന്നതല്ല. ജുനൈദ് ഖാൻ തിയേറ്റർ ഒക്കെ പഠിച്ച് നാടകരംഗത്തൊക്കെ ഒരുപാട് പ്ലേസ് ഒക്കെ ചെയ്ത് അതിനുശേഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, എനിക്ക് തോന്നുന്നു PK എന്ന് പറയുന്ന അച്ഛൻ അഭിനയിച്ച സിനിമ, ആമിർ ഖാൻ അഭിനയിച്ച PK എന്ന് പറയുന്ന ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിൽ വന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ സിനിമയാണ്. ഏക് ദിൻ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ആ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തുകയാണ് മെയ് 1-ാം തീയതി. അപ്പോൾ ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത് സായി പല്ലവിയാണ്. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്. അത് 2016 തായ് ഭാഷയിൽ റിലീസായ ഒരു സിനിമ, വൺ ഡേ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റീമേക്കാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ റീമേക്ക് തന്നെയാണ് ഒരു സിനിമ. അപ്പോൾ കുറച്ച് നാളുകളായി ഈ ഒരു സിനിമ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ച് ആമിർ ഖാൻ്റെ മകൻ മൂന്നാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. ഇതിന് ആദ്യം ചെയ്ത ഒരു സിനിമയൊന്നും വലുതായിട്ടൊരു അതൊരു ഒരു ഓഫ് ബീറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സിനിമ ചെയ്തത് നമ്മുടെ തമിഴിൽ ഭയങ്കര ഹിറ്റായ പ്രദീപ് രംഗനാഥന്റെ ഒരു താരമൂല്യം നേടിക്കൊടുത്ത ഒരു സിനിമയായിരുന്നു ലവ് ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമ. ലവ് ടുഡേയുടെ ഒഫീഷ്യൽ റീമേക്ക് തന്നെയായിരുന്നു ജുനൈദ് ഖാൻ ചെയ്ത രണ്ടാമത്തെ സിനിമ. അതും ആമിർ ഖാൻ തന്നെയായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ആ ഒരു സിനിമ തിയേറ്ററിൽ അത് പരാജയമായിരുന്നു. അപ്പോൾ ഒരു താരപുത്രനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പടം, രണ്ടാമത്തെ പടം, അതായത് രണ്ട് സിനിമ അഭിനയിച്ചിട്ടും ഒരു മുൻനിരയിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പ്രഷർ തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇപ്രാവശ്യവും ഈ ഒരു സിനിമയും ഏക് ദിൻ എന്ന് പറയുന്ന ഒരു സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ആമിർ ഖാൻ തന്നെയാണ്. അത് ആമിർ ഖാനും അതുപോലെ തന്നെ മൻസൂർ ഖാൻ, ആമിർ ഖാന്റെ കസിൻ തന്നെയാണ്, ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സുനിൽ പാണ്ഡെ എന്ന് പറയുന്ന ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആമിർ ഖാനൊക്കെ ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. ജുനൈദ് ഖാൻ, അതുപോലെ തന്നെ സായി പല്ലവി, ഇവരെല്ലാവരും. അപ്പോൾ സായി പല്ലവിനെ സംബന്ധിച്ചും ജുനൈദ് ഖാനെ പോലെ തന്നെ ഒരു നിർണായകമാണ് ഒരു സിനിമ. കാരണം സായി പല്ലവിയുടെ ആദ്യത്തെ ഹിന്ദി സിനിമയാണ്. ഇതൊരു ഹിന്ദി ഡെബ്യൂട്ട് സിനിമ ആയതുകൊണ്ട് ഇത് ക്ലിക്കായാൽ സായി പല്ലവിക്ക് പിന്നെ ഒരുപാട് ഓഫേഴ്സ് കിട്ടും. ക്ലിക്കായില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ രാമായണം വരുന്നുണ്ട്. രാമായണം അതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്, അതിൽ സീതയായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഹൈപ്പാണ്. ഇപ്പൊ സായി പല്ലവി ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ എല്ലാ ഭാഷയിലും നമുക്കറിയാം. മലയാളത്തിൽ മലർമിസ്സായിട്ട് പ്രേമത്തിലൂടെ വന്നു, തമിഴിലും തെലുങ്കിലും ഒക്കെ അത്യാവശ്യം തിളങ്ങി ഒരുപാട് ഹിറ്റ് സൂപ്രധാന സിനിമകളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. അവർ നല്ലൊരു ഡാൻസറും കൂടിയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു എന്താ പറയുക, ഒരു ക്യൂട്ട്നെസ്സും അവരുടെ ഒരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൗന്ദര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ അവർക്കുണ്ട്. അപ്പോൾ ഈ ഹിന്ദിയിൽ അവരൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരു പ്രിവ്യൂ നടന്നപ്പോൾ ആമിർ ഖാൻ ആ പ്രിവ്യൂ കണ്ടിട്ട് ആമിർ ഖാൻ ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്ന ഒരു റീല് നിങ്ങൾ പലവരും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിനിമ കഴിഞ്ഞ ശേഷം ആമിർ ഖാൻ അവിടെ സീറ്റിൽ തന്നെ ഇരുന്ന് കരയുന്നതാണ്. അപ്പൊ ഇതിനെ പോസിറ്റീവായിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അതൊരു അച്ഛന്റെ സന്തോഷമാണ്. കാരണം ആമിർ ഖാന് എങ്ങനെയൊക്കെ പോയാലും മകനെ ഒരു നിലയിൽ എത്തിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പൊ മകനെ വെച്ച് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആമിർ ഖാൻ നമുക്കറിയാം, അദ്ദേഹത്തിന് ആദ്യത്തെ ഭാര്യയിലെ മകനാണ് ജുനൈദ് ഖാൻ. വേറൊരു മകളും കൂടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ചു. ഇപ്പൊ മൂന്നാമതും അദ്ദേഹം കല്യാണം കഴിച്ചോ അതോ മൂന്നാമതൊരു ഗേൾ ഫ്രണ്ടോ ഉണ്ടല്ലോ. എന്തായാലും പക്ഷെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഇവരെല്ലാവരും, ആദ്യത്തെ ഭാര്യയും രണ്ടാം ഭാര്യയും ഇപ്പോഴത്തെ ലവറും എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തതൊക്കെ അവരുടെ ഒരു കൾച്ചറും ഒക്കെ അങ്ങനെ തന്നെയാണ്. പറഞ്ഞു വന്ന ആമിർ ഖാൻ മകനെ അതുപോലെ സപ്പോർട്ട് ചെയ്ത് മകന് വേണ്ടി മകനെ ഒരു സ്റ്റാർ ആക്കാൻ തന്നെയാണ് ആമിർ ഖാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആമിർ ഖാൻ ഇങ്ങനെ കരഞ്ഞത് ഒരുപക്ഷെ ഉള്ളിൽ തട്ടി കരഞ്ഞതായിരിക്കും. അപ്പോൾ ട്രോളുകളാണ് കുറെ വരുന്നത്. അതിൽ മെയിനായിട്ട് KRK എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്, നിങ്ങൾ പലരും അറിയുന്നുണ്ടോ. കമാൽ റഷീദ് ഖാൻ എന്നാണ് അദ്ദേഹം. അവിടെ ഒരു എന്താ പറയാ, അദ്ദേഹം ഒരു ബിഗ് ബോസ് താരമാണ്. പിന്നെ കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഞാൻ എവിടെയോ വായിച്ചു, അവിടുത്തെ സന്തോഷ് പണ്ഡിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വായിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെതായ കുറെ ഇൻഡിപെൻഡന്റ് സിനിമകളും കുറെ അങ്ങനെയുള്ള കുറച്ച് കോമാളിത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊക്കെ കാണിച്ച്
ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം വളരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ആമീർ ഖാൻ സംസാരിക്കുന്നത്. അതായത് ആമീർ ഖാന്റെ വെറും നാടകമാണ്, വെറും കാട്ടിക്കൂട്ടലാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ തന്നെ ലാൽ സിംഗ് ചദ്ദ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇതുപോലെ കുറെ കാട്ടിക്കൂട്ടൽ നടത്തി. ആ സിനിമ വെറും വേസ്റ്റ് ആയിരുന്നു, ആ സിനിമ ക്ലിക്കായില്ല, ഇത് അതേപോലെ തന്നെ വെറുതെ കാട്ടിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ട്രോൾ വന്നത്. പിന്നെ മറ്റൊരു ട്രോൾ വന്നത് അത് ആമീർ ഖാന്റെ മകൻ, ഇതിനു മുമ്പ് ആമീർ ഖാന്റെ മകൻ അഭിനയിച്ച ലവ് ടുഡേയുടെ റീമേക്ക് ഫ്ലോപ്പ് ആയിരുന്നു. അതിൽ വലിയ അഭിപ്രായമൊന്നും ആ മകന് കിട്ടിയില്ല. അപ്പൊ ഈ ഒരു സിനിമയും ഫ്ലോപ്പ് ആവും, എന്റെ കാശ് പോവും, അപ്പൊ ആമീർ ഖാൻ കാശ് പോവും എന്നുള്ള ദുഃഖത്തിൽ കരയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോൾ ഉണ്ട്. എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹേറ്റേഴ്സ് ആമീർ ഖാൻ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും അങ്ങനെ കുറെ കമന്റ്സുകളൊക്കെ ഞാൻ കണ്ടു. പിന്നെ സായി പല്ലവിയുടെയാണ്. കാരണം സായി പല്ലവി ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സ്റ്റേജിൽ സംസാരിച്ചത്, എനിക്ക് ആദ്യം തന്നെ സംസാരിച്ചത്, എനിക്ക് ഹിന്ദി എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പൊ അതിന്റെ ആൾക്കാർ പറയുന്നത്, ഹിന്ദി അറിയാത്ത ഒരാൾ എന്തിന് ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്നു? പിന്നെ രാമായണം എന്ന് പറയുന്ന ഒരു സിനിമയിൽ സീതയായിട്ട് വരുന്നത് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ എത്തേണ്ട സിനിമയാണ്. അപ്പൊ പാൻ ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടിക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ എന്ത് കാര്യമുള്ളെന്ന് പറഞ്ഞിട്ട് സായി പല്ലവിനെതിരെ കുറെ കളിയാക്കലും കുറെ വിമർശനങ്ങളും ട്രോളുകളും വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കമന്റ്സ് കുറെ വരുന്നുണ്ട്. അതായത് ഈ കത്രീന കൈഫിനെ പോലുള്ള നായികമാരൊക്കെ, പുറത്തുള്ള വേറെ കുറെ നായികമാർ വരുന്നു, അവർക്ക് ഹിന്ദി അറിഞ്ഞിട്ടില്ലല്ലോ, അവരല്ലല്ലോ ഡബ് ചെയ്യുന്നത്, അപ്പോൾ സായി പല്ലവി മാത്രം എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പറയുന്നുണ്ട്. പിന്നെ ആമീർ ഖാൻ പറഞ്ഞു, സായി പല്ലവിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ കണക്കാക്കുന്നു, സായി പല്ലവി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി, എൻ്റെ മകൻ ആണ് നായകൻ, അതുകൊണ്ട് ഞാൻ മകനെ പുകഴ്ത്തി പറയുന്നത് ശരിയല്ല, അവരും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ സായി പല്ലവിനെ കുറിച്ചാണ് വാതോരാതെ ആമീർ ഖാൻ സംസാരിച്ചത്. സായി പല്ലവിയും അതുപോലെ തന്നെ. ഇതിന് ഏകദേശം ഒരു വർഷം മുമ്പ് സായി പല്ലവിയും നമ്മുടെ നാഗചൈതന്യം അഭിനയിച്ച തണ്ടേൽ എന്ന് പറയുന്ന ഒരു സിനിമ, അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിന്റെ ലോഞ്ചിനോ ട്രെയിലർ ലോഞ്ചിനോ ആമീർ ഖാൻ വന്നിട്ടുണ്ട്. ആ പടം തന്നെ തോന്നുന്നു, ഏതോ ഒരു സിനിമയ്ക്ക് ഇതുപോലെ തന്നെ ആമീർ ഖാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് സായി പല്ലവി പറഞ്ഞു, ഞാൻ ആമീർ ഖാനിനെ കണ്ടു വളർന്നാണ്, ആമീർ ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും റീച്ചബിൾ അല്ല, അല്ലെങ്കിൽ അദ്ദേഹം എത്രയോ ഉയരത്തിലാണ്, ഇന്ന് അദ്ദേഹം എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു. ഇന്ന് അതേ ആമീർ ഖാന്റെ മകൻ നായിക, എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് തന്നെ അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആമീർ ഖാന്റെ മകന്റെ കൂടെ അഭിനയിച്ചതല്ല, അത്ര ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്കും എൻ്റെ ഒരു ആദ്യത്തെ ഒരു സിനിമയാണ്, വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുക എന്നൊക്കെയാണ് സായി പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് ആമീർ ഖാൻ പറഞ്ഞത്, എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയും ഞാൻ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ലവ് സ്റ്റോറിയാണ്. അതൊരു വളരെ ഒരു മാജിക്കൽ ലവ് സ്റ്റോറിയാണ്. വളരെ മനോഹരമായിട്ട് അവരെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ആമീർ ഖാൻ ഇപ്പോൾ ഓടി നടന്ന് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റിലീസ് എനിക്ക് തോന്നുന്നു ആദ്യം പലപ്പോഴായിട്ട് മാറി മറിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ അതെന്തായാലും മെയ് 1 തിയേറ്ററുകളിൽ എത്തുന്നു. ഇത് നമുക്കറിയാം, ഒരുപാട് പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര താരപുത്രനാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ ആമീർ ഖാന്റെ മകൻ, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഈ പറഞ്ഞ ചെറിയ ചെറിയ സിനിമകളിലൂടെ വന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഗ്രാൻഡ് ലോഞ്ച് വേണമെങ്കിൽ ആമീർ ഖാന് വെക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു താരപുത്രന്മാരെ ഇപ്പൊ ഈ അടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് രൺബീർ കപൂർ, അന്ന് സാവരിയ എന്ന് പറയുന്ന ഒരു സിനിമ, അതന്ന് സഞ്ജയ് ലീല ബൻസാലി പോലത്തെ വലിയൊരു ഡയറക്ടർ ഒരു സിനിമ എന്നിട്ട് ഭയങ്കര ഒരു ഗ്രാൻഡ് ലോഞ്ച് ആയിരുന്നു. എനിക്ക് അന്ന് അനിൽ കപൂറിന്റെ മകളും അതിലൂടെയാണ് വന്നത്. പക്ഷെ ആ സിനിമ അന്ന് പരാജയമായിരുന്നു. എങ്കിൽ പോലും രൺബീറിന് അത് വലിയൊരു ഒരു ഇൻട്രൊഡക്ഷൻ ആ ഒരു സിനിമ, അല്ലെങ്കിൽ വലിയൊരു ലോഞ്ചാണ് കിട്ടിയത് വലിയൊരു ഡയറക്ടറുടെ ബാനറിൽ. സൽമാൻ ഖാൻ ആ സിനിമയിൽ ഗസ്റ്റ് റോള്, നല്ലൊരു റോൾ, ക്യാമിയോ റോൾ ചെയ്തിരുന്നു. പക്ഷെ അന്ന് അതിന്റെ ഓപ്പോസിറ്റ് ഷാറൂഖ് ഖാന്റെ ഓം ശാന്തി ഓശാന വന്നതുകൊണ്ട് അതായിരുന്നു വിജയിച്ചിരുന്നത്. അതിനും കുറച്ച് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ ഒരു 25 വർഷം എടുത്താൽ ഏറ്റവും ഒരു ഗ്രാൻഡ് ലോഞ്ച് ഒരു നടന്റെ, ഒരു താരപുത്രന്റെ ഒരു ഗ്രാൻഡ് ലോഞ്ച് എന്ന് പറയുന്നത് കഹോന പ്യാരി എന്ന സിനിമയിലെ ഋത്തിക് റോഷന്റെ ആയിരുന്നു. അതൊരു അതിഗംഭീര ലോഞ്ച് ആയിരുന്നു. ആ ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. കഹോന പ്യാരിക്ക് ശേഷം കുറച്ച് സിനിമകൾ ഋത്തിക് റോഷനെ പരാജയപ്പെട്ടിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒറ്റ രാത്രി കൊണ്ട്, ഒരു വെള്ളിയാഴ്ച കൊണ്ട് സൂപ്പർ സ്റ്റാർ ലെവലോട്ട് എത്തിയിട്ടുള്ള അത് ആ ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. അതൊരു പക്ക മാസ് സിനിമയായിരുന്നു. റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു ആ സിനിമയിൽ. പക്ഷെ ആമീർ ഖാൻ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ല, ഒരു ലവ് സ്റ്റോറിയിലൂടെ ചെറിയ ചെറിയ രീതിയിലാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. 2 സിനിമ കഴിഞ്ഞപ്പോൾ 3ാമത്തെ സിനിമയാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും താരപുത്രന്മാർക്ക് എത്ര വളരെ ഈസിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ അച്ഛനും മകനും പ്രഷർ തന്നെയാണ്. കാരണം മകനെ അച്ഛനോ ലെവൽ എത്തിക്കണം, അല്ലെങ്കിൽ ആ ഒരു ലെവലോട്ട് എത്തിക്കണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു ടെൻഷനുമാണ്. മകനും അതൊരു പ്രശ്നമാണ്, കമ്പാരിസൺ വരും പിന്നെ താരപുത്രനായത് കാരണം. അപ്പൊ അതുകൊണ്ട് അത്രയധികം എഫേർട്ട് ഇട്ടിട്ട് വരും. അതുകൊണ്ട് താരപുത്രന്മാർ നെപ്പോ കിഡ്സിന് അത്ര, അവർക്ക് സിനിമയിലേക്കുള്ള എൻട്രി ഈസി ആയിരിക്കും. പക്ഷെ സക്സസ്ഫുൾ ആവുക, നിലനിൽക്കുക, തൻ്റെതായ ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി പ്രോസസ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ആമീർ ഖാൻ എന്ന് പറയുന്ന ഒരു നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആമീർ ഖാൻ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്, വലിയൊരു സൂപ്പർ സ്റ്റാർ ആയതാണ്.
മകൻ ഇനി ആ ലെവലിൽ എത്തുമെന്ന് അറിയില്ല. എന്തായാലും ആമിർ ഖാന്റെ മകന്റെ സിനിമകൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ആമിർ ഖാന്റെ മകൻ കൊള്ളാം, കാണാനും കൊള്ളാം. അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ക്യൂട്ട് ടൈപ്പ് ഓഫ് റോൾസ്, റൊമാൻറ്റിക് റോൾസിൽ ഓക്കെയാണ്. ഒരു മാസ് ഹീറോ ഒക്കെ ആവാൻ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമകളിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ആമിർ ഖാനൊക്കെ പിന്നീട് നമുക്ക് ലഗാനോ ഒക്കെ ചെയ്തിട്ടുള്ള പോലത്തെ റോൾസ്, അല്ലെങ്കിൽ ഒരു ധൂം 3 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ റോൾസിലോട്ടൊക്കെ ഫന പോലത്തെ റോളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും കയറി വരുന്നുള്ളൂ. എനിക്കൊന്ന് 32 വയസ്സ്, ഇപ്പോൾ 32 വയസ്സും ഒരു പ്രായം തന്നെയാണ്. കാരണം 30 എബോ ആയി, ഒരു സ്റ്റാർഡം അച്ചീവ് ചെയ്യേണ്ട പ്രായമായി. എന്തായാലും ആമിർ ഖാന്റെ മകനെ കുറിച്ചുള്ളതും ഈ ഒരു സിനിമയെ കുറിച്ചുള്ളതും സായി പല്ലവിയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും ആണ്. എന്തായാലും ഒരു സിനിമ കണ്ടിട്ട് നമുക്കൊരു സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.